ഹലോ എവരി വൺ, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 7th സ്റ്റാൻഡേർഡിലെ ഗ്ലിംസസ് ഓഫ് എമിറേറ്റ്സ് എന്ന് പറഞ്ഞൊരു ചാപ്റ്ററാണ്. ഈ ചാപ്റ്ററിൽ ഒരാൾ കടൽ കടന്നൊരു യാത്ര പോവുകയാണ്. ആ യാത്രയെക്കുറിച്ചും അയാൾ കണ്ട കാഴ്ചകളെക്കുറിച്ചുമൊക്കെയുള്ള ഒരു യാത്രാ വിവരണമാണ് ഈ ഒരു ചാപ്റ്ററിൽ പറയുന്നത്. യാത്രകൾ എല്ലാവർക്കും ഭയങ്കര എക്സൈറ്റ്മെൻറ്റും സന്തോഷമൊക്കെ നൽകുന്ന ഒന്നാണ്. നമുക്ക് എല്ലാവർക്കും യാത്രകൾ എന്ന് പറയുന്നത് ഭയങ്കര ഇഷ്ടമുള്ള ഒന്നാണ്. നമ്മുടെ ഈ ചാപ്റ്ററിലെ ഓഥർ നടത്തിയ ഒരു 2 ഡേ ട്രിപ്പ്, 2 ദിവസത്തെ യാത്രയെക്കുറിച്ചും ആ യാത്രയിൽ അയാൾക്കുണ്ടായ അനുഭവങ്ങളും അവിടെ കണ്ട വിസ്മയകരമായ കാഴ്ചകളുമാണ് ഇതിൽ വിവരിക്കുന്നത്. ഇതിലെ ഓഥറായിട്ടുള്ള ആൾ UAE-യിലേക്ക് നടത്തിയ, അതായത് ദുബായിലേക്ക് നടത്തിയ ഒരു യാത്രയെക്കുറിച്ചുള്ള വിവരണമാണ് ഈ ഒരു ചാപ്റ്ററിൽ പറയുന്നത്. അയാൾ പ്ലാൻഡ് ആയിട്ടല്ലാതെ യാദൃശ്ചികമായി UAE-യിലേക്ക് പോയ ഒരു ടൂറിസ്റ്റ് ആയിരുന്നു. അങ്ങനെ അയാൾ എയർപോർട്ടിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ അവിടുത്തെ കാഴ്ചകൾ കണ്ട് അത്ഭുതപ്പെടുകയാണ്. അയാളുടെ നീസിന്റെ കൂടെ ഒമാനിൽ താമസിക്കാൻ വേണ്ടി പോയതായിരുന്നു അയാൾ. വിമാനത്തിന്റെ ചിറകുകളുടെ ഇടയിലുള്ള ഇടതൂർന്ന മേഘങ്ങളും വിശാലമായ മരുഭൂമികളും അത് നല്ലൊരു കാഴ്ചയായിരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. അയാളുടെ ഫ്രണ്ടായ അശോകന്റെ കാറിൽ റാസൽ ഖൈമ തൊട്ട് അബുദാബി വരെയുള്ള യാത്ര ഒരു മെമ്മറബിൾ എക്സ്പീരിയൻസ് ആയിരുന്നു. അതായത് എല്ലായ്പ്പോഴും ഓർക്കാൻ പറ്റിയ നല്ലൊരു അനുഭവമായിരുന്നു എന്നാണ് നമ്മുടെ ഓഥർ പറയുന്നത്. അങ്ങനെ പോകുന്ന വഴിയിൽ അവർ ശാന്തമായ ബീച്ചുകൾ കാണുകയും അതൊരു ഹെവൻലി ബ്ലിസ്സായി, അതായത് ഒരു ദൈവികമായ അനുഗ്രഹം കിട്ടിയതുപോലെയൊക്കെയാണ് അയാൾക്ക് തോന്നുന്നത്. അബുദാബിയിലെ സ്വിഹാൻ എന്നൊരു സ്ഥലത്ത് വെച്ച് അയാൾ ഒരു അൺഎക്സ്പെക്റ്റഡ് ആയ, ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു കാഴ്ച കാണുകയാണ്. നൂർ അബുദാബി സോളാർ പവർ പ്ലാന്റിലേക്കുള്ള എൻട്രൻസ് ആയിരുന്നു അത്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ സോളാർ പവർ പ്ലാന്റ് ആണ് നൂർ അബുദാബി സോളാർ പവർ പ്ലാന്റ്. അതിനകത്തേക്ക് പ്രവേശിക്കാൻ ടൂറിസ്റ്റുകൾക്ക് അനുമതി ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇന്റർനെറ്റിലുള്ള ആ പവർ പ്ലാന്റിന്റെ ഫോട്ടോസ് കണ്ട് അയാൾ സ്വയം തൃപ്തിപ്പെട്ടു. ഈ ഒരു സോളാർ പവർ പ്ലാന്റിന്റെ മുകളിൽ നിന്നുള്ള ഒരു വ്യൂ കാണാൻ സാധിച്ചിരുന്നെങ്കിൽ എന്ന് അയാൾ ആഗ്രഹിക്കുകയും ചെയ്തു. പിന്നെ അദ്ദേഹം ലോകത്തിലെ തന്നെ ടോളസ്റ്റ് ബിൽഡിംഗ് ആയിട്ടുള്ള, അതായത് ഏറ്റവും ഉയരം കൂടിയ ബിൽഡിംഗ് ആയിട്ടുള്ള ബുർജ് ഖലീഫ കണ്ടു. ബുർജ് ഖലീഫയുടെ ഏറ്റവും മുകളിൽ കയറി നിൽക്കുമ്പോൾ നിങ്ങൾ ലോകത്തിന്റെ തന്നെ ഏറ്റവും ടോപ്പിലെത്തിയതുപോലെയാണ് തോന്നുക എന്നാണ് അദ്ദേഹം പറയുന്നത്. പക്ഷേ അയാൾക്ക് അത് കയറാൻ കഴിഞ്ഞിട്ടില്ല. ബർദുബായ് എന്ന സ്ഥലത്തെ വൈകുന്നേര സമയത്തുള്ള ബോട്ട് റൈഡിംഗ് അതിമനോഹരമായ ഒന്നാണ്. അവിടെയുള്ള ഓരോ ലൈറ്റുകളും ആ വെള്ളത്തിൽ റിഫ്ലക്ട് ചെയ്ത് കാണുന്ന കാഴ്ച കണ്ണൻ ചിപ്പിക്കുന്ന വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു അനുഭൂതിയാണ് എന്നാണ് ഓഥർ പറയുന്നത്. അൽനഹദ തൊട്ട് സ്റ്റേഡിയം വരെയുള്ള മെട്രോ യാത്ര പോലെ മനോഹരമായിരുന്നു ആ കാഴ്ച എന്നാണ് അദ്ദേഹം പറയുന്നത്. ആ ട്രെയിനിൽ പോകുമ്പോൾ കാണുന്ന ലാൻഡ്സ്കേപ്പ് മറ്റുള്ള ലാൻഡ്സ്കേപ്പുകൾ പോലെയല്ല, അത് മനോഹരമാണ്. പക്ഷേ ഇതിനെ എല്ലാത്തിനേക്കാളും ഭംഗിയുള്ള ഒന്നായിരുന്നു ലൂവർ അബുദാബി മ്യൂസിയം. ഫ്രാൻസിലുള്ള ലൂവർ മ്യൂസിയത്തിന്റെ മാതൃകയിൽ ഒരു എഗ്രിമെന്റിൽ ആ പേരെടുത്തുകൊണ്ടാണ് ഈ മ്യൂസിയം അബുദാബിയിൽ നിർമ്മിച്ചിട്ടുള്ളത്. അവിടെ പുരാവസ്തുക്കളുടെ ശേഖരങ്ങളും പല പെയിന്റിങ്സും പ്രതിമകളും മറ്റ് കരകൗശല വസ്തുക്കളെല്ലാം ഉള്ള ഒരു മ്യൂസിയമായിരുന്നു. ഫ്രാൻസിലെ മ്യൂസിയത്തിൽ നിന്ന് 300ഓളം സാധനങ്ങൾ റെന്റിനെടുത്ത് ഈ അബുദാബിയിലുള്ള ലൂവർ മ്യൂസിയത്തിൽ വെച്ചിട്ടുണ്ട്. പക്ഷേ അയാൾക്കൊരു പകുതി ദിവസം മാത്രമേ ആ മ്യൂസിയത്തിൽ ചിലവഴിക്കാൻ കഴിഞ്ഞുള്ളൂ. അങ്ങനെ അയാൾ UAE-യിൽ നിന്ന് തിരിച്ച് നാട്ടിലേക്ക് കോഴിക്കോടേക്ക് ഫ്ലൈറ്റ് കയറുന്ന സമയത്ത് ഒരു 2 ആഴ്ചയെങ്കിലും അയാൾക്ക് അവിടെ ചിലവഴിക്കാനും അവിടുത്തെ കാഴ്ചകളെല്ലാം എൻജോയ് ചെയ്യാനുമുള്ള സമയം കിട്ടിയിരുന്നെങ്കിൽ എന്ന് അയാൾ ആഗ്രഹിക്കുകയാണ്. അടുത്ത പ്രാവശ്യം അയാൾക്ക് അതിനുള്ള ഒരു ചാൻസ് കിട്ടുമായിരിക്കും എന്ന പ്രതീക്ഷയിൽ അയാൾ ആ ട്രാവൽ നോട്ട്, യാത്രാ വിവരണം അവിടെ അവസാനിപ്പിക്കുകയാണ്. ഇതായിരുന്നു ഗ്ലിംസസ് ഓഫ് എമിറേറ്റ്സ് എന്ന് പറഞ്ഞ ഈ ഒരു ചാപ്റ്ററിൽ പറയുന്നത്. ഒരാൾ UAE-യിലേക്ക് നടത്തിയ യാത്രയെക്കുറിച്ചും അയാൾ ആ യാത്രയിൽ കണ്ട കാഴ്ചകളെക്കുറിച്ചുമൊക്കെയാണ് ഈ ഒരു ചാപ്റ്ററിൽ വിവരിക്കുന്നത്. സോ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ക്ലാസ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇതുപോലുള്ള കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.